പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ മക്കളെ വളർത്തുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ് എല്ലാ രക്ഷിതാക്കളും. എങ്ങനെ മക്കളെ തങ്ങളുടെ അഭാവത്തിൽ സ്വന്തമായി ജീവിക്കാം, സ്വന്തമായി കാര്യങ്ങൾ നടത്താം എന്നുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാം, ഏതെല്ലാം തരത്തിൽ സഹായിക്കാം എന്നുള്ള ചിന്തയാണ് എല്ലാവരിലും ഉണ്ടാകാം. രസകരമായ ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. രാവിലെ അദ്ദേഹം ഫ്ളാറ്റിൽ നിന്ന് പോകുമ്പോൾ ഈ അപ്പൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ കണ്ട് തെല്ലൊന്നമ്പരുന്നു. യാദൃശ്ചികമായിരിക്കാമെന്ന് ഞാൻ കരുതി. അദ്ദേഹം വേഗം ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. പയ്യൻ പോകുന്നു, ഗേറ്റ് അടയ്ക്കുന്നു. അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷെ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ മകൻ വരുന്ന നേരെ നോക്കി ഈ അപ്പൻ ഗേറ്റിന്റെ അവിടെ കാവൽ നിൽക്കുന്നതും ഗേറ്റ് തുറന്നു കൊടുക്കുന്നതും കണ്ടു. അതിനകത്തും അസ്വാഭാവികതയില്ല. തിരിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഈ പയ്യൻ മടങ്ങി പോകാൻ നേരത്ത് അതേ പ്രവൃത്തി ഈ അപ്പൻ ചെയ്യുന്നുണ്ട്. അതിൽ വേണേൽ അസ്വാഭാവികത ഇല്ലെന്ന് കരുതാം. വൈകുന്നേരവും ഇദ്ദേഹം ഇതുപോലെ ഗേറ്റ് തുറന്നു കൊടുക്കുകയും മകനെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. വേണേ നമുക്ക് ഇതും അസ്വാഭാവികതയില്ല എന്ന് കരുതാം. പക്ഷേ നിരീക്ഷിക്കുമ്പോൾ, പല ദിവസങ്ങൾ നിരീക്ഷിക്കുമ്പോൾ, എല്ലാ ദിവസവും ഈ പയ്യൻ വണ്ടി എടുത്ത് റെഡിയായി നിൽക്കുന്നു. അപ്പൻ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു, പുറത്തേക്ക് പോകുന്നു, അപ്പൻ ഗേറ്റ് അടയ്ക്കുന്നു. ഉച്ചയാകുമ്പോൾ അപ്പൻ പോയി കാവൽ നിൽക്കുന്നു, ഗേറ്റ് തുറന്നു കൊടുക്കുന്നു, മകൻ കയറുന്നു, ഗേറ്റ് അടയ്ക്കുന്നു. ഈ പ്രവൃത്തി എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പയ്യൻ, അവനെന്തെങ്കിലും വയ്യാഴിയുള്ളതാണോ? പക്ഷേ ഈ അപ്പൻ ഈ പയ്യനെ വഷളാക്കിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ, എത്ര ഇനി വലുതായാലും നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികൾ നാം തന്നെ ചെയ്യണ്ടേ? ഇങ്ങനെ ഈ കുട്ടികളെ അലസരായി വളർത്തിയാൽ, ഇങ്ങനെ പുസ്തകപ്പുഴ പോലെ പഠിച്ചൊരു ജോലി കയറി കുടുംബജീവിതം എന്തായിരിക്കും അവസ്ഥ? കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവർ വിവാഹിതരാകാൻ പാടില്ല എന്നൊരു പ്രയോഗമുണ്ട്. പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവർ വിവാഹിതരാകാൻ പാടില്ല. വിട്ടുവീഴ്ചയുടെ കൂടി മാത്രമേ ഒരു കുടുംബജീവിതവും ഒരു കൂട്ടായ്മയും ഒരു ജോലിയാണെങ്കിൽ പോലും, ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരുടെ കാര്യങ്ങളാണെങ്കിൽ പോലും വിട്ടുവീഴ്ചയോട് മാത്രമേ ഏതൊരു പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിവാഹകാര്യം എങ്ങനെയാവും? കുടുംബജീവിതം എങ്ങനെയാവും? മക്കളുടെ കാര്യം എങ്ങനെയാവും? അപ്പോൾ കുട്ടികൾക്ക് വളരെ ചെറുപ്പം പോലെ നമ്മൾ കാണുന്നൊരു വലിയ പ്രശ്നം, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക്, ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ചെയ്യേണ്ട പണികളൊന്നും ചെയ്ത് പരിശീലനം കൊടുക്കുന്നില്ല. ആൺകുട്ടികൾ ഏതോ ലോകത്തിലാണെന്ന് ധാരണ വെച്ചാണ് രക്ഷിതാക്കളിരിക്കുന്നത്. പക്ഷേ ആ ധാരണയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ അവരുടെ തീരുമാനങ്ങൾക്ക് വില സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവാഹ കാര്യങ്ങളിൽ പോലും പെൺകുട്ടികൾ തീരുമാനം പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കിയ ശേഷം ഏതെങ്കിലും ഒരാളുടെ അടിമയായി പോകാൻ താല്പര്യമില്ല എന്നറിയിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. എന്തിനാ വിവാഹം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ അനവധിയുണ്ട്. അതുകൊണ്ട് തന്നെ പല സമൂഹങ്ങളും, ക്രിസ്ത്യൻ സമൂഹത്തും മറ്റ് സമൂഹങ്ങളിലൊക്കെ തന്നെ യുവാക്കന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാറില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്തുകൊണ്ടെങ്കിലും ബോൾഡായി തീരാൻ കാരണം ഈ ആൺകുട്ടികളുടെ, ഈ സമൂഹത്തിന്റെ ഈ രീതി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറഞ്ഞ കുട്ടികൾ മോശമാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അപ്പന്മാരുടെ, അമ്മമാരുടെ ഈ അധികമായ സേവനം നിർത്തിവെച്ച് അവർക്ക് സ്വയം ചെറിയ പ്രവൃത്തി, ചില വീടുകളിൽ കാണാം വസ്ത്രങ്ങൾ സ്വയം അലക്കുന്ന കഴിവുള്ള കുട്ടികൾ. അങ്ങനെയൊക്കെ ശീലമാകട്ടെ. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനാകട്ടെ. ഒരു സമൂഹത്തിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ശീലമാകട്ടെ. അങ്ങനെ കൂടുതൽ സ്വയം ശക്തി ആർജിച്ചുകൊണ്ട് ആർക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു തലമുറ ഉണ്ടായി വരട്ടെ. പെൺകുട്ടികൾ ആ തലമുറയിലേക്ക് ആ ചിന്തയിലേക്ക് കടന്നിരിക്കുന്നു. അവർ സ്ട്രോങ് ആയിരിക്കുന്നു. പക്ഷെ ആൺകുട്ടികൾ ഇപ്പോഴും പരാശ്രയത്തിൽ തന്നെയാണ് കഴിയുന്നത്. അവർ ആ മേഖല വിട്ട് സ്വയം കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ഉദ്യോഗസ്ഥന് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഈ അപ്പനെ പോലുള്ള അപ്പന്മാർ ഈ വക പ്രവർത്തികൾ ഈ കുട്ടികളെ ദോഷത്തിലേക്ക് മാത്രമേ നയിക്കുള്ളൂ, നന്മയിലേക്ക് നയിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിച്ച് നന്നായിരിക്കുന്നു എന്നൊരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു.